സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. വ്യാപകമായ നാശനഷ്ടമാണ് വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് മാത്തോട്ടത്ത് റെയിൽവേ ട്രാക്കിൽ മരം വീണു. കണ്ണൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 8 വയസ്സുകാരിക്ക് പരിക്കേറ്റു. വയനാട് ചൂരൽമല സ്കൂൾ റോഡിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി കോഴിക്കോട് മീഞ്ചന്ത അരീക്കാട് ശക്തമായ കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് വീടിന്റെ മേൽക്കൂര പറന്ന് വീണിരുന്നു. തലനാരിഴയ്ക്കാണ് അപകടമൊഴിവായത്. ഇതിന് സമീപമാണ് ഇന്ന് രാവിലെ വീണ്ടും ട്രാക്കിൽ മരം പൊട്ടി വീണത്. റെയിൽവേയുടെ വൈദ്യുതി ലൈനും തകരാറിലായി. ഇതോടെ മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് റെയിൽവേ അധികൃതർ എത്തിയാണ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത്. നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ട്രാക്കിനോട് ചേർന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ റെയിൽവേ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ ഈ ഒരു മരമുണ്ട്, ഇതൊന്ന് അങ്ങോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതും കടപുഴകി വീഴാനുള്ളതാണ്. അപ്പോൾ ഇത് വീണതിൻ്റെ ശേഷം ചെയ്യാതെ അതിനുള്ള ഒരു സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾ എന്നുള്ള നിലയ്ക്കും പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്കും നമുക്ക് പറയാനുള്ളത്. അപകടം നടന്ന സ്ഥലം മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. വളരെ നേരത്തെയാണ് ഇത്തവണ കാലാവസ്ഥയിൽ മാറ്റം കാണുന്നത്. അതും ഒരു ചില അപകടകരമായ ചില പ്രവണതയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സജ്ജമായി ജാഗ്രതയോടുകൂടി നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. കണ്ണൂർ ചെറുപുഴയിൽ പശുത്തൊഴുത്ത് തകർന്ന ക്ഷീരകർഷകനും പരിക്കേറ്റു. കൂമ്പൻകുന്നിലെ മേരിക്കാണ് പരിക്കേറ്റത്. തളിപ്പറമ്പിൽ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 8 വയസ്സുകാരിക്ക് പരിക്കേറ്റു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ മരം വീണ വൈദ്യുതി പോസ്റ്റ് തകർന്നു. വയനാട്ടിലും മഴ ശക്തമാണ്. ചൂരൽമല സ്കൂൾ റോഡിൽ വെള്ളം കയറി. പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാത്ത പടവെട്ടിക്കുന്നിലെ ദുരന്തബാധിതർ വാടക വീടുകളിൽ നിന്നും തിരിച്ചുപോകാൻ സ്ഥലമില്ല എന്ന ആശങ്ക അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.